റിയാസ് ലൈനിലുണ്ടോ? ഉണ്ട്, എന്തായാലും ഉണ്ട്. ഓക്കെ, റിയാസ് നൽകിയ വാർത്തയ്ക്ക് വലിയ ഇമ്പാക്റ്റ് വന്നിരിക്കും. നമ്മൾ 6 കോടി കടന്ന് 74 കോടിയുടെ പദ്ധതി എന്നതിലേക്ക്, എസ്റ്റിമേറ്റിലേക്ക് എന്നത് കാപ്പാട് റോഡ് എത്തുകയാണ്. ഞാൻ റിയാസിനെ അഭിനന്ദിക്കുന്നു ഇത്തരത്തിലൊരു വാർത്ത അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതിന്. എന്തായാലും ഈ വിവരം കാനത്തിൽ ജമീൽ MLA നമ്മളെ നേരിട്ട് അറിയിക്കുകയായിരുന്നു റിയാസെ. തീർച്ചയായും. കാരണം കാനത്തിൽ ജമീല MLA ഇടപെടൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഉള്ള 140 MLA-മാർക്കും മാതൃകയാക്കാവുന്ന ഒരു ജനപ്രതിനിധിയാണ് കാനത്തിൽ ജമീല MLA. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയായി കഴിവ് തെളിയിച്ച ജനകീയ പരിവേഷമുള്ള ഒരു നേതാവാണ്. ഭരണപക്ഷ MLA ആണ് അവർ. ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രതിപക്ഷ MLA ആയ നജീബ് കാന്തപുരത്തെ പോലെ തന്നെ ജനകീയമായ പരിവേഷമുള്ള ഒരു MLA. കൃത്യമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന 2 MLA-മാരാണ് ഇരുവരും എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആ കാപ്പാട് റോഡിന്റെ ലൈവ് അന്ന് ചെയ്യുന്നു. അതിനുശേഷം കൃത്യമായി MLA-യോട് ഇതിന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ MLA പറയുന്നു ഈ വിഷയം സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിയമസഭയിൽ അവർ സബ്മിഷൻ ഉന്നയിക്കുന്നു. ഉന്നയിച്ച ശേഷം ആ നിയമസഭയിൽ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 6 കോടി രൂപ ഈ റോഡിന്റെ മാത്രം പുനർനിർമ്മാണത്തിനായി അന്ന് അനുവദിക്കുന്നു. അത് നിയമസഭയിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പോസിറ്റീവായ വശം എന്ന് പറയുന്നത് അത് കൃത്യമായി ആ നടപടി ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. കാരണം നിയമസഭാ രേഖകൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന രേഖയാണ്. അതിൽ മറ്റൊരു ഇടപെടലും കൈകടത്തലുകളും ആർക്കും സാധിക്കില്ല. ഭരണപക്ഷമാകട്ടെ പിന്നീട് വരുന്ന ആളുകളൊക്കെ ആകട്ടെ അത് പിന്നീട് കാലങ്ങളോളം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ കാനത്തിൽ ജമീല MLA ഇപ്പോൾ കേരള വിഷൻ ന്യൂസിന്റെ ഈ ലൈവത്തോണിൽ വന്ന് 74 കോടി രൂപയുടെ പദ്ധതി ഈ കടൽ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് നടത്തും എന്നുള്ള ഒരു കാര്യം കൂടി തയ്യാറാക്കി എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നു. അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സർക്കാരിലേക്ക് സമർപ്പിക്കുകയാണ്. അതിന്റെ അനുമതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഈ നേരത്തെ അനുവദിച്ച 6 കോടി രൂപയ്ക്ക് പുറമെയാണ് ചെല്ലാനം മാതൃകയിലാണ് ഈ കടൽ സംരക്ഷണ ഭിത്തി കെട്ടുക. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിജി തന്നെയാണ് അന്ന് വാർത്ത അവതരിപ്പിച്ചത് ആ ലൈവിൽ. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാകും, അവിടുത്തെ ജനങ്ങളെല്ലാം കൃത്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യം ഇവിടെ കേവലം റോഡ് മാത്രം നന്നാക്കിയാൽ പോരാ, നീളത്തിലൊരു കടൽ സംരക്ഷണ ഭിത്തി വേണം എന്നുള്ള ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടിരുന്നു. ആ ജനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ കേട്ടിരിക്കുന്നത്. സർക്കാരിനെ കൂടി ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. MLA അടക്കമുള്ള ആളുകൾ കൃത്യമായി ഇത്തരം വാർത്തകളിൽ സർക്കാരായാലും പ്രതിപക്ഷമായാലും ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഒരു പോസിറ്റീവായ ഒരു രാഷ്ട്രീയ വശമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വന്നു, അവിടെ എത്തി. അങ്ങനെ കാപ്പാട് തീരദേശ റോഡ് കാപ്പാട് നിന്ന് തുടങ്ങി തൂവപ്പാറയിലൂടെ പോയി പിന്നീട് കൊയിലാണ്ടി ഹാർബറിൽ എളുപ്പം എത്താവുന്ന റോഡാണ്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെയൊക്കെ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് നമ്മൾ ന്യൂമാഹിയിലേക്ക് വാർത്തയെടുക്കാൻ വരുന്ന സമയത്ത് ഏകദേശം 2.5 മണിക്കൂറിലേറെയാണ് ബ്ലോക്കിൽ മാത്രം കിടക്കേണ്ടി വന്നത്. അത് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി വളരെയധികം മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യം ഈ മഴക്കാലത്തുണ്ട്. നിലവിൽ നിർമ്മാണ പ്രവൃത്തി ഒരു താൽക്കാലികമായി നിർത്തിവെച്ച ഒരു മട്ടാണ് ദേശീയപാതയുടെ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഈ കാപ്പാട് തുറമുഖം വഴി കൊയിലാണ്ടി നഗരത്തിലേക്ക് ബസ്സുകൾക്കുൾപ്പെടെ എത്താവുന്ന ഒരു പാതയായിരുന്നു ഈ തീരദേശ റോഡ് എന്ന് പറയുന്നത്, കാപ്പാട് തീരദേശ റോഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ കഴിഞ്ഞ കടലാക്രമണത്തിൽ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. റോഡ് നെടുകെ പിളർന്നു. അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ റോഡ് നെടുകെ പിളർന്ന സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ ലൈവുമായി അന്ന് പോകുന്നത്. അരമണിക്കൂറിലേറെ നേരം അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിനാണ് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുത്തത്. കാരണം അവരുടെ ആവശ്യമാണ്, ജനകീയമായ ഒരു ആവശ്യമാണ്. അവർ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകൾ അവരുടെ MLA കൊയിലാണ്ടി MLA ആയ കാനത്തിൽ ജമീല കൂടി കേട്ടു. അവരത് കൃത്യമായി ഇടപെടൽ നടത്തി. നിയമസഭയിൽ ശരി റിയാസ്, എന്തായാലും ഇടപെടൽ നടത്തി. അവർ ആ കാര്യം കേരള വിഷന്റെ ലൈവത്തോണിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നു. 74 കോടി രൂപയുടെ പദ്ധതി എസ്റ്റിമേറ്റ് ആണ്